Dear students, welcome to Learner'sworld. In this video, I am going to talk about questions and answers of how to take the base out of business speak. First semester, Calicut University, Fyugp English Language Skill for Commerce and Management. In our previous video, we discussed about short answer questions. Evaluate Wiltfong's critique of business speak as a language of the elite. How does his argument reflect broader issues of power and exclusion in the business world? വിൽഫോങ്ങിൻ്റെ ക്രിട്ടിക് ഒരു വിമർശനമാണ് ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത് എലൈറ്റിൻ്റെ ലാംഗ്വേജാണ്, അതായത് റിച്ച് ആയിട്ടുള്ള ബിസിനസ് ക്ലാസിൻ്റെ ലാംഗ്വേജ് ആണെന്നുള്ളത്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് ബിസിനസ് വേൾഡിൽ ഇഷ്യൂസ്, പവർ ഇഷ്യൂസ്, അതുപോലെ എക്സ്ക്ലൂഷൻ ഇഷ്യൂസൊക്കെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? Bob Wiltfong's critique of business speak as a language of the elite resonate with broader issues of power and exclusion in the business world. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത് എലൈറ്റിൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറയുന്നുണ്ട്. അതൊരു വിമർശന രൂപത്തിൽ പറയുന്നുണ്ട്. ഇതുമൂലം പവർ ഇഷ്യൂസ്, എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്താക്കപ്പെടുന്ന അവസ്ഥ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മിക്കവാറും വൈറ്റ് മെൻ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഇവർ ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവരെ പുറത്താക്കപ്പെടുന്നുണ്ട്. ഇൻക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നുണ്ട്. ബിസിനസ് സ്പീക്ക് ക്രിയേറ്റ് ബാരിയേഴ്സ് എക്സ്ക്ലൂഡിങ് those unfamiliar with its jargon. It prioritizes insider over outsiders, reinforces hierarchical structures. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്പീക്ക് ഈ ഒരു പരിചിതമല്ലാത്ത ജാർഗൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാരിയർ, ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ടാകുന്നുണ്ട്, ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന ജാർഗൻ വേർഡ്സാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവിടെ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Business speak exclude individuals without the right background, education or experience. Complex language reinforces dominance and maintains status. അതുപോലെ ഈ ഒരു കോംപ്ലക്സ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലൂടെ അവരൊരു ഡൊമിനൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ആധിപത്യം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഒബ്സ്ക്യൂരിറ്റി മെയിൻറ്റെയിൻസ് പവർ ഇംബാലൻസ് ബിറ്റ്വീൻ ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ബിസിനസ് സ്പീക്ക് മിറർ സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ്, ഫേവറിംഗ് ദോസ് വിത്ത് ആക്സസ് ടു എലൈറ്റ് എഡ്യൂക്കേഷൻ. ഡോമിനൻറ്റ് ലാംഗ്വേജ് സപ്രസസ് ഡൈവേഴ്സ് വോയിസസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ ഇതൊരു ഡോമിനൻറ്റ് ലാംഗ്വേജാണ്, ഒരു ആധിപത്യം സൃഷ്ടിച്ച ലാംഗ്വേജാണ്. അതായത് എലൈറ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്. അവിടെ ഒരു പവർ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഡോമിനൻ്റ് ലാംഗ്വേജ് സപ്രസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പെർസ്പെക്റ്റീവ്സിനെയും കാഴ്ചപ്പാടിനെയും വോയിസിനെയൊക്കെ സപ്രസ് ചെയ്യുന്നുണ്ട്. Wiltfong discusses the curse of knowledge as a reason people use business speak. Critically examine this concept and its impact on communication in professional settings. Wiltfong ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ബിസിനസ് സ്പീക്ക് ആളുകൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കേഴ്സ് ഓഫ് നോളജ് ആണെന്ന് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്ത് ഒരു പ്രൊഫഷണൽ സെറ്റിങ്സിൽ അതിൻ്റെ ഇമ്പാക്ട്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Wiltfong discusses the cursed knowledge as a reason people use business speak. The cursed knowledge refers to the phenomenon where experts forget what it's like to lack knowledge and overestimates others' knowledge. This concept impact on communication. Jargon and technical terms confuse non-experts. Curse of knowledge reinforces hierarchical structures favoring insiders. It makes it difficult to communicate clearly. It leads to poor decision making and lack of engagement and motivation. We can overcome the curse by recognize the curse influence, use clear, concise terminology and define technical terms, encouraging feedback. അതായത് ഈ ഒരു കേഴ്സ് നോളജാണ് ബിസിനസ് സ്പീക്ക് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നുണ്ട്. ഇത് കമ്മ്യൂണിക്കേഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജാർഗൻ, ടെക്നിക്കൽ ടേംസൊക്കെ എക്സ്പേർട്ട് അല്ലാത്ത ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കേഴ്സ് നോളജ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുമൂലം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല.
അവിടെ ഡിഫിക്കൽട്ടി സംഭവിക്കുന്നുണ്ട്. ഇതുമൂലം പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ്, അതുപോലെ ലാക്ക് ഓഫ് എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും. അതായത് ഈ ഒരു കേഴ്സ് നമുക്ക് ഓവർകം ചെയ്യാം. അതായത് ക്ലിയർ ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള ടെർമിനോളജി, അതുപോലെ ടെക്നിക്കൽ ടേംസൊക്കെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് എൻകറേജ് ചെയ്യുക, അതിലൂടെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാം. In the context of global environment, companies often face challenges due to cultural variations in business communication, including the use of culturally specific phrases or jargon. Consider a multinational corporation that operates in diverse regions where employees from various cultural backgrounds frequently interact. Write a paragraph proposing practical strategies that this corporation can implement to minimize miscommunication arising from these cultural variations. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കമ്പനിയിൽ ഡൈവേഴ്സ് റീജിയനിലുള്ള എംപ്ലോയീസ്, ഡൈവേഴ്സ് കൾച്ചറൽ റീജിയനിലുള്ള എംപ്ലോയീസ്, അതായത് വിവിധ തരത്തിലുള്ള സംസ്കാരമുള്ള, വിവിധ തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എംപ്ലോയീസാണുള്ളത്. ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള എംപ്ലോയീസാണുള്ളത്. അപ്പോൾ അവിടെ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ്, അതായത് ഈ ഒരു കോർപ്പറേഷൻ, ഈ ഒരു കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു കൾച്ചറൽ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, നല്ല രീതിയിൽ ആശയവിനിമയം നടക്കില്ല. അപ്പോൾ അതിന് ഈ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന സ്ട്രാറ്റജീസ്, അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്കമ്മ്യൂണിക്കേഷൻ അറൈസിംഗ് ഫ്രം കൾച്ചറൽ വേരിയേഷൻസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ക്യാൻ ഇംപ്ലിമെൻറ്റ് സം strategies such as provide regular training sessions to educate employees on cultural customs and communication styles. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള എംപ്ലോയീസാണ് ആ ഒരു കോർപ്പറേഷൻ കമ്പനിയിലുള്ളത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കും. അപ്പോൾ അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് റെഗുലറായിട്ടുള്ള ട്രെയിനിങ് നൽകുക ഈ ന്യൂ എംപ്ലോയീസിന്. അവർക്ക് ഈ ഒരു കമ്പനിയുടെ കൾച്ചറൽ കസ്റ്റംസ് ഒക്കെ, അതിന് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു അവയർനെസ് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നൽകുക. അതുപോലെ എസ്റ്റാബ്ലിഷ് ക്ലിയർ കൺസൈസ് ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഉപയോഗിക്കുന്ന ഒരു ക്ലിയർ ആൻഡ് കൺസൈസ് ലാംഗ്വേജ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ എൻകറേജ് പ്ലെയിൻ ലാംഗ്വേജ് അവോയ്ഡിങ് കൾച്ചർ സ്പെസിഫിക് ജാർഗൻ. പ്ലെയിൻ ലാംഗ്വേജ് എൻകറേജ് ചെയ്യുക. ഒരു കൾച്ചർ സ്പെസിഫിക് ജാർഗൻ ടേംസൊക്കെ അവോയ്ഡ് ചെയ്യുക. എൻകറേജ് എംപ്ലോയീസ് ടു ക്ലാരിഫൈ അണ്ടർസ്റ്റാൻഡിങ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുക. അതായത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലാരിഫൈ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. റെഗുലർലി സോൾസ് ഫീഡ്ബാക്ക് ഫ്രം എംപ്ലോയീസ് ആൻഡ് ക്ലയൻസ് ടു ഐഡൻറ്റിഫൈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് എംപ്ലോയീസിൻ്റെ അടുത്തുനിന്നും ക്ലയൻസ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കുക. Comment on Wiltfong's argument that business speak can hinder effective communication across culture and linguistic boundaries. വിൽഫോങ്ങിൻ്റെ ആർഗ്യുമെൻറ്റ് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞുള്ളത്. ബിസിനസ് സ്പീക്ക് എന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതായത് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ബൗണ്ടറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബിസിനസ് സ്പീക്ക് ഹിൻഡർ ചെയ്യുന്നുണ്ട്, തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ആർഗ്യുമെൻറ്റിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാം. Bob Wiltfong argument that business speak can hinder effective communication across cultural and linguistic boundaries. Jargon and technical terms may not translate well. Cultural context affect language interpretation and exclude and non-native English speakers or those unfamiliar with business jargon. Specialist language can confuse employees who are not familiar with such terms. It also create barriers in understanding. അപ്പോൾ ജാർഗൻ ആൻഡ് ടെക്നിക്കൽ ടേംസ്, അതായത് ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാകുമ്പോൾ അവിടെ ഒരു കാര്യം, ഒരു ടേം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ജാർഗൻ ആൻഡ് ടെക്നിക്കൽ ടേംസ് നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ലാംഗ്വേജിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ
സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് എംപ്ലോയീസിൻ്റെ ഇടയിൽ, അതായത് അവർക്ക് ആ ഒരു ടേംസ് ഒന്നും അറിയില്ല, ന്യൂ എംപ്ലോയീസ് ആണെങ്കിൽ. അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ജാർഗൻ അല്ലെങ്കിൽ ബിസിനസ് ടേംസ് അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കും. അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയറായി മാറും. In a recent presentation, a speaker used several baseball-related phrases to illustrate key points. Imagine you are working on a global team with members from various cultural backgrounds, and few of these team members are unfamiliar with American baseball terminology. Write a paragraph analyzing how specific baseball phrases introduced by the speaker might be misunderstood by individuals who are not familiar with the sport. അതായത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനിൽ ഒരു സ്പീക്കർ ബേസ്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ ഒരു ഗ്ലോബൽ ടീമിൻ്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ മെമ്പേഴ്സിന് ഇതൊക്കെ അൺഫെമിലിയർ ആയിരിക്കും, ഈ ബേസ്ബോൾ ടെർമിനോളജി ഒക്കെ. അപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ബേസ്ബോൾ ഫ്രേസസ് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ബേസ്ബോൾ ടെർമിനോളജി അവർക്ക് അൺഫെമിലിയർ ആയിരിക്കും, അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല, സ്പോർട്സിനെ കുറിച്ചിട്ടൊന്നും അറിയാത്ത ആളുകൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്പീക്കർ യൂസ് ഓഫ് ബേസ്ബോൾ ഫ്രേസസ് സച്ച് എസ് ഹിറ്റ് എ ഹോം റൺ, സ്ട്രൈക്ക് ഔട്ട് ആൻഡ് കവർ ഓൾ ബേസസ് മേ കൺഫ്യൂസ് ഓർ മിസ്ലീഡ് ടീം മെമ്പേഴ്സ് അൺഫെമിലിയർ വിത്ത് അമേരിക്കൻ ബേസ്ബോൾ ടെർമിനോളജി. അതായത് ഈ ബേസ്ബോൾ ഫ്രേസസ് ആയിട്ടുള്ള ഹിറ്റ്, ഹോം റൺ, സ്ട്രൈക്ക് ഔട്ട്, കവർ ഓൾ ബേസസ്, ഇതൊക്കെ ഈ ടേംസുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത, അതായത് ഡിഫറെൻറ്റ് കൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്പോർട്സുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവർക്കിത് ഈ ടേംസ് ഒന്നും മനസ്സിലാവില്ല. For example, a home run might be interpreted physical action rather than understanding it as achieving great success. അതായത് ഈ ഒരു ഹിറ്റ് ഹോം റൺ എന്നുള്ളത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ആക്ഷനായിട്ടാണ്, അല്ലാതെ ഒരു ഗ്രേറ്റ് സക്സസ് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിലല്ല. അതുപോലെ സ്ട്രൈക്ക് ഔട്ട് കുഡ് ബി സീൻ ആസ് ഫെയിലിംഗ് utterly rather than recognize it as an opportunity to learn and retry. അതുപോലെ സ്ട്രൈക്ക് ഔട്ട് എന്ന് പറയുന്നത് ഫെയിലിംഗ് അട്ടർലി എന്നുള്ള രീതിയിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലാതെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലേൺ ചെയ്യാനും റീട്രൈ ചെയ്യാനും, അതായത് വീണ്ടും ശ്രമിക്കാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസ്ബോൾ ടെർമിനോളജി അറിയാത്ത ആളുകൾ ഈ ഒരു ടേംസ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കും.